ബോട്ടോക്സ് വിത്ത് ബ്ലോ ഡ്രൈ എങ്ങനെ ചെയ്യാം? ആദ്യം തന്നെ നമ്മൾ ഹെയർ നല്ല രീതിയിൽ വാഷ് ചെയ്തതിന് ശേഷം ലെയർ കട്ട് ഫസ്റ്റ് ചെയ്യണം. ലെയർ കട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ബോട്ടോക്സിന്. കട്ട് ചെയ്തതിന് ശേഷം നല്ലതായിട്ട് ഡ്രൈ ആക്കണം. 100% ഡ്രൈ തന്നെ വേണം ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ. ശകലം പോലും വെറ്റ് ആവാൻ പാടില്ല. ഡ്രൈ ആയതിനു ശേഷം 4 സെക്ഷനായി തിരിച്ച് നമുക്ക് ക്രീം ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ യൂസ് ചെയ്യുന്നത് SKയുടെ പ്രോഡക്റ്റാണ്. ബോട്ടിലിൽ നിന്ന് ഫസ്റ്റ് തന്നെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് തന്നെ എടുക്കണം. വളരെ തിന്നായിട്ട് വേണം നമ്മൾ ക്രീം ആപ്ലിക്കേഷൻ ചെയ്യാൻ. ഏകദേശം ഈ ഒരു തിക്കിൽ തന്നെ എടുക്കാവും. അധികം തിക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഹെയറിൽ പിടിക്കില്ല. പിന്നെ പ്രോഡക്റ്റ് ആപ്ലിക്കേഷൻ സെയിം ആയിരിക്കണം. നല്ല ഗ്യാപ്പിട്ട് വേണം ചെയ്യാൻ. ക്രീം ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം ക്യാപ്പ് ഇട്ടോ അല്ലെങ്കിൽ ഫോയിൽ പേപ്പർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കവർ ചെയ്യണം. അതിന് ശേഷം 45 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ഡ്രൈ ആകും. ബ്ലോ ഡ്രൈ അല്ല, ബ്ലാസ്റ്റ് ഡ്രൈ ആയിരിക്കണം. ബ്ലോ ഡ്രൈ അടുത്ത സ്റ്റെപ്പാണ്. ബ്ലാസ്റ്റ് ഡ്രൈ കഴിഞ്ഞതിന് ശേഷം 4 സെക്ഷൻ എടുക്കുക. സെക്ഷൻ എടുത്തതിന് ശേഷം ആണ് ബ്ലോ ഡ്രൈ ചെയ്യേണ്ടത്. ബ്ലോ ഡ്രൈ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ എൻഡ് വേവി ആക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ബ്ലോ ഡ്രൈ ചെയ്യുമ്പോൾ തന്നെ എൻഡ് വേവി ആയിട്ട് ബ്ലോ ഡ്രൈ ചെയ്യണം. സ്ട്രെയിറ്റ് വേണ്ടവർക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ബ്ലോ ഡ്രൈ ചെയ്യണം.
ഡ്രൈ തീർന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് അടുത്ത സെക്ഷനിൽ അയണിങ് സ്റ്റാർട്ട് ചെയ്യാം. അയണിങ് ചെയ്യുമ്പോൾ 230 തന്നെ ഇട്ട് അയൺ ചെയ്യണം. ഏകദേശം 32 ടൈംസാണ് നമ്മൾ ചെയ്യേണ്ടത് അയണിങ് ഒരു സെക്ഷനിൽ. ഇതും നമ്മൾ ക്രീം ആപ്ലിക്കേഷൻ ചെയ്യുന്ന പോലെ തന്നെ തിന്നായിട്ട് തന്നെ സെക്ഷൻ എടുക്കണം, തിക്കായിട്ട് എടുക്കരുത്. ബോട്ടോക്സ് ഹെയറിൽ പിടിക്കാൻ വേണ്ടിയാണ്. നല്ല തിന്നായിട്ട് തന്നെ എടുത്ത് ചെയ്യണം. അയണിങ് കംപ്ലീറ്റ് ആയതിന് ശേഷം 10-15 മിനിറ്റ് കൂളാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ അയണിങ്ങിൽ തന്നെ, ആ ഹീറ്റിൽ തന്നെ നമ്മൾ വാഷ് ചെയ്യാൻ നിൽക്കരുത്, ബെൻഡാവും. കൂളായതിനു ശേഷം ഷാമ്പു യൂസ് ചെയ്യണം, കണ്ടീഷണർ യൂസ് ചെയ്യണം. നല്ല രീതിയിൽ വാഷ് ചെയ്യണം. വാഷ് ചെയ്തിട്ട് ഡ്രൈ ആകണം. ഡ്രൈ ആക്കിയിട്ടുള്ള നമുക്ക് ഫൈനൽ ലുക്കാണിത്. ബ്ലോ ഡ്രൈ ആയതുകൊണ്ടാണ് എൻ്റെ വേവി ആയിട്ട് കിടക്കുന്നത്. സ്ട്രെയിറ്റ് ലുക്ക് മതിയെങ്കിൽ കംപ്ലീറ്റ് സ്ട്രെയിറ്റ് ആയിരിക്കും. ബോട്ടോക്സിൽ ഈ 2 ടൈപ്പും ചെയ്യാം. ഇതാണ് ഫ്രണ്ട് ലുക്ക് വരുന്നത്. प्यारी राज दुलारी, थोड़ी थोड़ी हल्की थोड़ी सी भारी, बाल सुनहरी रंग पहाड़ी, ऐसी तो नारी 100 पे तो भारी, आंख में लारी जाल बिछारी, रेड में तो लगती लाल फरारी, तुझको चलाऊं 100 पे भगाऊं, आने न दूं मैं किसी की बारी। सुन के जरा इधर तो आ, मैं ही